ഒരു ഭരണഘടനാ സംവിധാനത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ ഗവൺമെൻറ്റാണോ വലുത്, ഗവർണറാണോ വലുത്, ഗവൺമെൻറ്റാണോ വലുത്, പ്രസിഡൻ്റാണോ വലുത്, കേന്ദ്ര ഗവൺമെൻറ്റാണോ? ഇതൊരു ചോദ്യമുണ്ട് കേട്ടോ, വലിയ ചോദ്യമാണ്. നമ്മൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഈ ചോദ്യം പ്രധാനമാണ്. കാര്യം ഒരു മാൻഡേറ്റ് വെച്ച് ഒരു പ്രകടന പത്രിക വെച്ച് ഗവൺമെൻറ്റിൽ മത്സരിക്കുന്നു പാർട്ടികൾ. അവർക്കാണ് മാൻഡേറ്റ് കൊടുക്കുന്നത് ജനങ്ങൾ, ഗവർണർക്കല്ല. ഈ മാൻഡേറ്റ് വെച്ച് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? അവർക്കുണ്ട്. മാത്രമല്ല നിയമസഭയിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഉണ്ടല്ലോ ഒരു നിയമസഭയിൽ, ഏത് പാർട്ടി എടുത്താൽ അവരെല്ലാം കൂടി ഒരു കാര്യം തീരുമാനിച്ച് പാസ്സാക്കിയാൽ അതിന് ഒരുപാട് ദിവസം ചവിട്ടിപ്പിടിച്ച് വയ്ക്കുന്നത് ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ നല്ലതാണോ എന്നുള്ളൊരു ചോദ്യം കോടതി ചോദിച്ചില്ല. അത് കോടതി പറയണമായിരുന്നു. ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ ഇത് നല്ലതല്ല, അത് വേണം. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഗവർണറും മുഖ്യമന്ത്രിമാരും ഏതായാലും ടക്ക് ഓഫ് വാറിൽ പോകരുത്, ഇൻ കൺസൾട്ടേഷനിൽ പോകണം. ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്ത് തന്നെ പോകണം. പരസ്പരം അധികാരം വെട്ടിപ്പിടിക്കാൻ നടക്കരുത്. ഗവൺമെൻറ്റിൻ്റെ അധികാരം വെട്ടിപ്പിടിക്കാൻ ഗവർണറുടെ അധികാരം വെട്ടിപ്പിടിക്കാൻ ഗവൺമെൻറ് നടക്കരുത്. ഒരു ഉപദേശക റോളിലുള്ള ആളാണല്ലോ ഗവർണർ എന്ന് പറയുന്നത്. ഗവർണർ പദവി തന്നെ വേണ്ടാന്നുള്ള ചർച്ച രാജ്യത്ത് വളരെ വലുതായിട്ട് വരുന്നുണ്ട്. ഇപ്പം CPI ഒക്കെ പറയുന്ന ചർച്ചയാണ്, ഗവർണർ പദവിയുടെ ആവശ്യമില്ല, അങ്ങനെ ഒരു ഉപദേശമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. സ്റ്റേറ്റ് കൊളാപ്സ് ചെയ്താൽ, സ്റ്റേറ്റിൽ ആഭ്യന്തര ലാ ആൻഡ് ഓർഡറൊക്കെ കൊളാപ്സ് ചെയ്താൽ ഒരു ഭരണ സംവിധാനം വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഒരു കൺട്രോളർ വേണ്ടേ? അപ്പോൾ കൺട്രോളർ വേണം ഒരു പരിധി വരെ, അല്ലെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും സ്റ്റേറ്റിനെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.